ആണ് ഓരോ ഉപനിഷത് ഋഷിയും ശ്രമിച്ചത്. അപ്പോൾ ഓരോ ഉപനിഷത്തിലും നാം കാണുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള സമാധാനമാണ്. അപ്പോൾ വളരെ കാലത്തെ സാധനകളുടെ ഫലമായി മനുഷ്യബുദ്ധിക്ക് അനാവൃതമായി തീർന്ന പ്രപഞ്ച രഹസ്യങ്ങളാണ് ഇവയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉപനിഷത് ആചാര്യന്മാരെ പോലെ പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് ഇത്ര ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ മറ്റൊരു ചിന്തകർക്കും ഈ ഭൂമിയിൽ കഴിഞ്ഞിട്ടില്ല. ഉപനിഷത്തുകളുടെ പ്രധാന സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഏകത്വ ദർശനമാണ്. ഏകത്വ ദർശനം എന്താണത്? ദേവന്മാർ മാത്രമല്ല, പിന്നെയോ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവനും ഏകവും അദ്വിതീയവുമായ ആധ്യാത്മ ചൈതന്യത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് എന്നാണ് ഉപനിഷത്തുകളുടെ പ്രഖ്യാപനം. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദേവതകൾ മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവനും ഏകവും അദ്വയവുമായ അധ്യാത്മ ചൈതന്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. ഇനി ഉപനിഷത്തുകളിലെ സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ 4 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാം: ആത്മവിശ്വാസം, കരുത്ത്, നിർഭയത, സ്വാതന്ത്ര്യം. ഇവ ഉപനിഷത്തുകളുടെ മുഖമുദ്രകളാണ്. അപ്പോൾ നമ്മിൽ അനന്തവും അപരിമേയവുമായ ശക്തി ആത്മാവിൻ്റെ രൂപത്തിൽ കുടികൊള്ളുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാധകനും ഉണ്ടാകുന്ന ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. പിന്നെ ആരും കരഞ്ഞും വിളിച്ചും ദൈവത്തിൻ്റെ അടുത്ത് പോവുകയില്ല. എനിക്ക് ആ കാര്യം ചെയ്തു തരൂ ദൈവമേ, ഈ കാര്യം ചെയ്തു തരൂ എന്നൊന്നും പറയാൻ പോവുകയില്ല. ആത്മവിശ്വാസമാണ്. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയത്. അതാണ് ആത്മവിശ്വാസത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ നിർഭയതയാണ്, കരുത്താണ്. ന്യായമാത്മാ ബലഹീനേന ലഭ്യ. ന്യായമാത്മാ ബലഹീനേന ലഭ്യ. ബലഹീനന് ആത്മവസ്തുവിനെ കണ്ടെത്താൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ കരുത്തിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമാണ്. എന്തൊക്കെ തരം കരുത്തുണ്ട്? മനസ്സിൻ്റെ കരുത്തുണ്ട്. ചിലർ വളരെ ശരീരത്തിന് നല്ല കരുത്ത് കാണും, മനസ്സിന് അല്പം പോലും കരുത്ത് കാണുകയില്ല. അപ്പോൾ മനസ്സിൻ്റെ കരുത്താണ് ഒന്ന്. പിന്നെ ശരീരത്തിൻ്റെ കരുത്ത് ആവശ്യമില്ലേ? ശരീരത്തിൻ്റെ കരുത്താണ് മറ്റൊന്ന്. പിന്നെ ബുദ്ധിയുടെ കരുത്താണ് വേറൊന്ന്. അപ്പോൾ ഈ 3 തരം കരുത്തുകളും ഉള്ള ഒരാളിൽ മാത്രമേ ശരിയായ ഈശ്വരാന്വേഷണം സാധിക്കുകയുള്ളൂ. അപ്പോൾ നിർഭയത ആണ് അടുത്ത കാര്യം. ഉപനിഷത്ത് പറയുന്നത് എന്താണ്? ഭയത്തിന് കാരണമായ എല്ലാ വസ്തുക്കളും നമ്മൾ ത്യജിക്കുക. ഭയത്തിന് കാരണമായവയെല്ലാം നമ്മൾ ത്യജിക്കുക. അപ്പോൾ എന്താണ് ഭയത്തിൻ്റെ പ്രധാന കാരണം? ദ്വിതീയാത് വൈ ഭയം ഭവതി. 2 എന്ന തെറ്റായ അറിവാണ് ഭയത്തിനുള്ള കാരണം. ഇവിടെ ഒന്നേ ഉള്ളൂ, 2 ഇല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ ഭയം പോയി കഴിയും. അപ്പോൾ 2 ഉണ്ട് എന്നുള്ള ആ അറിവിനെ നമ്മൾ തിരസ്കരിച്ചിട്ട് ഇവിടെ ഒന്നേ ഉള്ളൂവെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പോൾ അദ്വയ സത്യം സാക്ഷാത്കരിച്ചാൽ പിന്നെ 2 ഇല്ല. അതും ഉപനിഷത്ത് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്: തത്രകോ മോഹക ശോക ഏകത്വം അനുപശ്യത. അദ്വയ സത്യം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയത്തിന് സ്ഥാനമില്ല. സാക്ഷാത്കരിച്ചാൽ പിന്നെ 2 ഇല്ല. 2 ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഭയത്തിന് സ്ഥാനമില്ല.
ഇപ്പോൾ യാജ്ഞവൽക്യനാണ് ജനകൻ്റെ ഗുരു. യാജ്ഞവൽക്യന് ജ്ഞാനം ഉപദേശിച്ച ശേഷം യാജ്ഞവൽക്യൻ പറയുകയാണ്, അഭയം വൈ ജനക പ്രാപ്തോസി. ജനക, നിനക്ക് ഞാൻ അഭയം തന്നിരിക്കുന്നു. എന്താ കൊടുത്തത്? ജ്ഞാനമാണ് കൊടുത്തത്, ബ്രഹ്മജ്ഞാനമാണ് കൊടുത്തത്. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ബ്രഹ്മത്തിൻ്റെ സ്ഥാനത്ത് യാജ്ഞവൽക്യൻ ഉപയോഗിച്ച വാക്ക് ഏതാണ്? അഭയമാണ്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ പര്യായമാണ് അഭയം. അപ്പോൾ നിർഭയതയ്ക്ക് ഉപനിഷത്തുകൾ കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാകും. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ഉപനിഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഭയരാഹിത്യമാണ്. ഭയരാഹിത്യമാണ് ഉപനിഷത്തുകളുടെ ഏറ്റവും വലിയ സന്ദേശം. ഇത് വിവേകാനന്ദ സ്വാമികൾ പറയുന്നതാണ്. അപ്പോൾ സ്വാതന്ത്ര്യമാണ് ഉപനിഷത്തുകൾ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊന്ന്. ഇപ്പോൾ എന്തൊക്കെ തരം സ്വാതന്ത്ര്യമുണ്ട്? കായികമായ സ്വാതന്ത്ര്യമുണ്ട്, മാനസികമായ സ്വാതന്ത്ര്യമുണ്ട്, ആത്മീയമായ സ്വാതന്ത്ര്യമുണ്ട്. ഇവയിൽ ഈ മൂന്നും ഒരേപോലെ പ്രധാനമാണ്. അപ്പോൾ എഴുതപ്പെട്ട കാലത്ത് ഭാരതത്തിൻ്റെ ജനജീവിതത്തിൽ അതിമഹത്തായൊരു വിപ്ലവമാണ് ഉപനിഷത്തുകൾ സൃഷ്ടിച്ചത്. എന്താണ്? യജ്ഞാചരണാദി ബാഹ്യകർമ്മ കലാപങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിതത്തെ ആകപ്പാടെ കലുഷമാക്കിയ ഒരു ജനതയ്ക്ക് ആന്തരികമായ ദിവ്യാനുഭൂതിയിലേക്ക് ഒരു മാർഗം കാണിച്ചു കൊടുത്തത് ഉപനിഷത്തുകളാണ്. അപ്പോൾ ഉപനിഷത്തുകളിൽ നമ്മൾ അങ്ങോളം ഇങ്ങോളം കാണുന്നത് ജീവാത്മാവ് മാത്രമല്ല, ഈ ജഡപ്രപഞ്ചം കൂടി പരമാത്മാവ് മാത്രമായി തീരുന്നൊരവസ്ഥയാണ്. ജീവാത്മാവ് ബ്രഹ്മമാണ്, ഈ ജഡപ്രപഞ്ചവും കൂടി ബ്രഹ്മമാണ് എന്ന വസ്തുതയാണ് ഉപനിഷത്തുകൾ ഊന്നിപ്പറയുന്നത്. അപ്പോൾ ബാഹ്യപ്രപഞ്ചവും ആന്തരപ്രപഞ്ചവും രണ്ടും ഇല്ലാതായി തീർന്ന് സത്തും ചിത്തും ആനന്ദവുമായി തീരുന്ന അവസ്ഥയാണ് ഇത്. അപ്പോൾ ഈ അദ്വൈത ദർശനമാണ് ഉപനിഷത്തുകളുടെ ജീവൻ. അപ്പോൾ മായാബന്ധങ്ങളോടുകൂടിയ ഈശ്വര സങ്കല്പത്തെ അതിക്രമിച്ച് മായാതീതമായ പരമസത്യത്തിലേക്ക് എത്തിച്ചേരണം എന്നാണ് ഉപനിഷത്തുകൾ നമ്മെ ഉപദേശിച്ചത്. അപ്പോൾ ബ്രഹ്മാനുഭവം എന്താണ് എന്ന് ഉപനിഷത്തുകൾ വളരെ ലളിതമായി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ പൂർണ്ണമായ സമനില, മനസ്സിൻ്റെ പൂർണ്ണമായ സമനില തന്നെയാണ് ശരിയായ ബ്രഹ്മാനുഭവം. ഒന്ന് സങ്കല്പിക്കുക, നിശ്ചലമായ ഒരു സച്ചിദാനന്ദ സമുദ്രം. ഒരു സമുദ്രം സങ്കല്പിക്കുക, നമ്മൾ ശംഖുമുഖത്ത് നിന്ന് നോക്കുന്നത് പോലെ. എന്നിട്ട് ഒന്നും കൂടെ സങ്കല്പിക്കുക, അവിടെ ഒരു തിര പോലുമില്ല, നിശ്ചലമാണ്. അപ്പോൾ ഏതാണ്ട് അതുപോലെ നിശ്ചലമായൊരു ബ്രഹ്മാനന്ദ സമുദ്രം പോലെ സമനിലയിലെത്തിയ അവസ്ഥയാണ് നമ്മൾ ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത്. ഒരിടത്തും ഇല്ല, അത് സർവത്ര പൂർണ്ണം. അതാണ് പൂർണ്ണമത പൂർണ്ണമിതം എന്ന് പറയുന്നത്. അത് സർവത്ര പൂർണ്ണം. അപ്പോൾ ഇവിടെ കാണുന്നതെല്ലാം, അത് ഒരു പുഴുവായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, ജീവനില്ലാത്ത ഈ പ്രപഞ്ചമായിക്കോട്ടെ, എല്ലാം കൂടെ ചേർന്നതാണ് ബ്രഹ്മസ്വരൂപം. അപ്പോൾ ഈ വസ്തുത അറിയലാണ്, അല്ലെങ്കിൽ ഈ വസ്തുത അറിയാതിരിക്കലാണ് അജ്ഞാനം, ഇത് അറിയലാണ് ജ്ഞാനം. അപ്പോൾ ഇവിടെയുള്ള ചരാചര പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമാണെന്ന വസ്തുത അറിയാതിരിക്കുന്നത് അജ്ഞാനവും, അത്
അറിയുന്നത് ജ്ഞാനവുമാണ്. ആ അറിവ് നേടിക്കഴിഞ്ഞാൽ മാത്രം മതി ഈ ജീവിതം ധന്യമാകാൻ. അങ്ങനെ ധന്യമാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക എന്നുള്ളതാണ് ഉപനിഷത്തുകൾ നമുക്ക് നൽകുന്ന ലളിതമായ സന്ദേശം. അത് എളുപ്പമല്ല, വളരെ പ്രയാസമാണ്. ഒരു ജന്മം കൊണ്ട് സാധിച്ചു എന്ന് വരില്ല, പല ജന്മങ്ങൾ വേണ്ടി വരും എന്ന് വരും. പക്ഷേ അത് ഒരു ജീവാത്മാവിന് പല ജന്മങ്ങളെ കൊണ്ടെങ്കിലും സാധ്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, കുറച്ചെങ്കിലും നമ്മൾ അഭ്യസിച്ചാൽ അതിൻ്റെ ഫലം എപ്പോഴും കാണാൻ കഴിയും. അല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാൻ എന്ന് ഭഗവാൻ. അപ്പോൾ അതിന് നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിർത്താം. നമുക്ക് അടുത്ത ദിവസം ഈശാവാസ്യത്തിലേക്ക് കടക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.